ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞങ്ങൾ രാവിലെ സാറ്റർഡേ അല്ലേ, മല മറിക്കുന്ന പണിയുള്ള ദിവസമല്ലേ. ഞാൻ എല്ലാ മല മറിക്കുന്ന പണികളും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, പല്ല് തേച്ചു, പിന്നെ ബ്രെഡും പീനട്ട് ബട്ടർ. ഇന്ന് ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, ഇന്ന് ഒത്തിരി ജോലിയുള്ള ദിവസമാണ്. ജോലിയുള്ള ദിവസം ആയതുകൊണ്ടല്ലേ ഇന്ന് ഞങ്ങളൊരു വേറെ ഒരു ഭയങ്കരകൾക്ക് ഇഷ്ടമുള്ള സാധനം ഇന്ന് ഉണ്ടാക്കുക. ഒത്തിരി നാൾ കൂടി ഉണ്ടാക്കുക. ഞങ്ങൾ ഏതാണ്ട് ഒരു 5-6 മാസമായെന്ന് തോന്നുന്നു ഉണ്ടാക്കിയിട്ട്, അതോ അതിൽ കൂടുതലായോ ഓർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു, അത് കാരണം പിന്നെ ആഷർ കൊണ്ടു തരുന്നുണ്ടായിരുന്നു, അത് കാരണം പിന്നെ ഇപ്പം മനസ്സിലായില്ലേ പറയാതെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്നില്ലായിരുന്നു, ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു. മേലായികളും പിന്നെ തിരക്കുകളും അങ്ങനെയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് ഞങ്ങൾ സാറ്റർഡേ ആരന് ക്ലാസ് ഇല്ലല്ലോ, ശനിയാഴ്ച ദിവസം ക്ലാസ് ഇല്ല. ആരൻ താമസിച്ച് എഴുന്നേറ്റ്, ഞാൻ നേരത്തെ എഴുന്നേറ്റു. മല മറിക്കുന്ന പണികളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പും പാതമൊക്കെ പിന്നെ ഒന്ന് നല്ല തുടയ്ക്കണമായിരുന്നേ. ഈ ചിമ്മിനിയുടെ മേളിൽ നിന്ന് ഇങ്ങനെ പുകയേറ വരും, അറിയാമോ അതിനെപ്പറ്റി? പുകയേറയെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുപ്പ് നമ്മൾ കത്തിക്കാതിരിക്കുമ്പോഴത്തേക്കിനും ഈ എന്നാ ഒരു ബ്ലാക്ക് സാധനം മേളിൽ നിന്ന് ചിമ്മിനിയിൽ നിന്ന് ഇങ്ങനെ പുകയൊക്കെ ചെല്ലാതെ കത്തിക്കാതൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ മഴക്കാലത്തൊക്കെ ചിമ്മിനിയുടെ ഇറച്ചിലൊക്കെ ഇങ്ങനെ അടിച്ച് ആ എയർ ഹോളിൽ കൂടെ വന്നിട്ട് ആ പുകയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ സാധനം താഴോട്ട് ഇച്ചിരി ഇങ്ങനെ തെറിച്ചൊക്കെ വീഴുവേ. അപ്പോൾ അത് ഗ്യാസിൻ്റെ മേളിൽ നമ്മൾ എപ്പോഴും ഗ്യാസോ അടുപ്പും പാതവും തുടയ്ക്കും. പക്ഷേങ്കിൽ എന്നാ അടുപ്പിൻ്റെ ആ സൈഡൊക്കെ ഭിത്തിയും ഒക്കെ ഒന്ന് ഡീപ്പായിട്ടൊരു ക്ലീനിങ് കുറച്ചായി ഞാൻ ഓർക്കുന്നേ. ഞാൻ ഇടയ്ക്ക് ഒന്ന് തുടച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതെല്ലാം അങ്ങ് ചെയ്തു. കോഴിയുടെ കാര്യമൊക്കെ ഫുള്ള് നോക്കി. ഇന്നലെ തക്കാളിപ്പെട്ടി വെച്ച് കൊടുത്തില്ല ആരൻ, സക്സസ് ആയി. അതിനകത്ത് ഇന്ന് മുട്ടയിട്ടോ, കുത്തിക്കുടിച്ചില്ല. തക്കാളിപ്പെട്ടിക്കകത്ത് വാഴയിലൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ കീറിയിട്ടിട്ട് അതിൻ്റെ മേലെ അറക്കപ്പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് സുഖമായിട്ടിരുന്ന് മുട്ടയിട്ട് കുത്തിക്കുടിക്കാതെ അവിടെ ഇരുന്ന്. ഇനി രാവിലെ 7-ന് മുമ്പ് ഇടും, പിന്നെ 10-ന് മുമ്പിടും, പിന്നെ 12-ന് മുമ്പിടും, പിന്നെ വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പായിട്ട് 3-4 പേര് ഇടുന്നതാണ്. പക്ഷേ ഇപ്പം വളരെ കുറവായിടുന്നത്. ഇടുന്നത് മുഴുവൻ കുത്തിയും കുടിക്കുക. അപ്പം ഇന്ന് കൊത്തി കുടിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ കൊത്തി കുടിച്ചില്ല. ഇനി എനിക്കറിയത്തില്ല, അകത്തോട്ട് കയറി തിരക്കാവുമ്പോൾ ഇനി അവിടെ എന്നൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അപ്പോൾ എനിവേ നമ്മൾ അങ്ങനത്തെ എല്ലാ ലൊട്ടിലൊടുക്കുക പണികളും കഴിഞ്ഞു. പിന്നെ മഴ ചാറുന്നുണ്ട്, നല്ല മൂടിക്കിടക്കുക. പക്ഷേ എന്നാൽ വെയിലും ഉണ്ട്. ഇതുണ്ടോ വേർത്ത് കുളിച്ചിരിക്കുന്നത്. അതാന്നേ ഈ ഹ്യൂമിഡിറ്റി ആകുമ്പോൾ നമ്മൾ നല്ല വേർത്ത് കുളിച്ചങ്ങ്. പിന്നെ അപ്പം ഇന്നലെ ചെയ്ത ടിപ്പിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വൻ നഷ്ടമാണ്. എൻ്റെ മുഖം നോക്കി രാവിലെ ആയപ്പം ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം നമ്മളത് തേച്ച് കഴിഞ്ഞാൽ അത് ഒരു 3 ദിവസം കൊണ്ടേ അതിൻ്റെ അറിയത്തുള്ളൂ. പിറ്റേ ദിവസം തൊട്ട് നമുക്ക് അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഒരാഴ്ച കഴിഞ്ഞ് അടുത്തത് ചെയ്യാൻ തുടങ്ങാവുള്ളൂ കേട്ടോ. പിന്നെ ഡെയിലി വെയിലത്തിറങ്ങുന്നവർ ഞാൻ പറഞ്ഞല്ലോ, തക്കാളി നീര് തേക്കുക, അത് കുഴപ്പമില്ല കേട്ടോ. തക്കാളി തേനും കൂടെ തേച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും തേച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ കുളിയും കഴിഞ്ഞ് ജോലിക്ക് പോകാമല്ലോ. അത് ചെയ്തു, കയ്യിലും കാലിലും മുഖത്തുമൊക്കെ. അപ്പം ഇന്നലത്തെ വീഡിയോ കാണാത്തവർ എന്നാന്ന് പറഞ്ഞാലും ആ വീഡിയോ കാണണം. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഭയങ്കര ഇതുണ്ടോ, ഭയങ്കര വ്യത്യാസമാണ് കണ്ടോ. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ ഞങ്ങൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വലിയ ആഹാരമൊന്നും ഉണ്ടാക്കിയില്ല. അതായത് മാവൊന്നും അരച്ചു വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ പുട്ടിൻ്റെ പൊടി വേണം നനച്ച് ഞങ്ങൾക്ക് ഏത്തപ്പഴവും പുഴുങ്ങി ഒക്കെ കഴിക്കാം. പക്ഷേ ഞങ്ങൾ ഹെവി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി കഴിക്കാൻ നമുക്കൊരു ഇത് വരത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പീനട്ട് ബട്ടർ കഴിച്ച് ബ്രെഡ് കഴിച്ചു, കട്ടൻ കാപ്പി കുടിച്ചു. ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത കാര്യം, ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. ഞങ്ങളുടെ സഖാവേ അവിടെ ഉണ്ടോ? സഖാവ് അവിടെ ഇരുന്ന് സവാള കട്ടിംഗ് ബോർഡേ വെച്ച് അരിഞ്ഞ, പക്ഷേങ്കിൽ കൈയൊന്ന് മുറിച്ചു. സഖാവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് സവാള പൊളിക്കുന്നതും അതിൻ്റെ പുറത്തിരിക്കുന്ന ചെളി അത് പിടിച്ചിരിക്കുന്നത് കയ്യെ പറ്റുന്നതോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് രണ്ടിനും ഇങ്ങനത്തെ എളുപ്പങ്ങളുള്ള ആൾക്കാരാണ്. അപ്പം പുള്ളി ദേഷ്യപ്പെട്ടാണെങ്കിലും അവിടെ ഇരിപ്പുണ്ട്. ദേഷ്യമൊന്നുമില്ല, എന്നാലും ഒരു മടി പിടിച്ചൊക്കെ അവിടെ അരിയുന്നുണ്ട്. കയ്യും ഒന്ന് മുറിച്ചു. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും കേൾക്കുന്നുണ്ടല്ലോ. ഇല്ലെന്ന് അതെല്ലാം പിന്നെ റെഡിയാക്കി വെക്കാൻ ഞാൻ പറഞ്ഞു. മല്ലിയില, പുതിനയില ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുവാണെങ്കിൽ എനിക്ക് എളുപ്പമില്ലേ. ഞാൻ പറഞ്ഞു കഴുകിയിട്ട് വേണം പിന്നെ അരിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി അരിഞ്ഞു കഴിഞ്ഞ് എല്ലാം കൂടെ ഇട്ട് കഴുകുകയുള്ളേ. അന്നേരം അതിൻ്റെ സത്ത് പോകത്തില്ല. ഇനി ഞാനിപ്പോൾ ഒന്ന് കുഞ്ഞായിട്ട് പിണങ്ങിയിരിക്കുക.
അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിനി പോയി അരി കഴുകി കുതിർക്കാനിടട്ടെ. നല്ല കഴിഞ്ഞ ദിവസം 70 രൂപയ്ക്ക് 75 രൂപയ്ക്ക് ചന്തയിൽ പിന്നെ ബിരിയാണിയുടെ സാധനം എല്ലാം ഇവിടുന്ന് വാങ്ങിച്ച് ഭയങ്കര ബിരിയാണിയുടെ മണമാണ് ആ അരിക്ക്. എസൻസും എല്ലാം ചേർക്കുന്നതാണ് എന്തോ എനിക്കറിയത്തില്ല, നല്ല മണം അത്. എന്നിട്ട് ഞാനതൊന്ന് കഴുകി കുതിരാനിടട്ടെ. ഞങ്ങൾക്ക് 2 ഗ്ലാസ് മതി. ആഷർ ഇന്നില്ല. ആഷർ ഇന്നിപ്പം രാവിലെ ജോലിക്ക് പോയിട്ട് അവിടുന്ന് കോഴഞ്ചേരിയിൽ വൈകിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പിന്നെ കൂട്ടുകാരനും ഇവിടെ ഈ കോട്ടയത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ വൈകിട്ടങ്ങ് പോയിട്ട് നാളെ അവരുടെ കൂടെ സെയിം ചർച്ചിലാണ് അവർ രണ്ടും പോകുന്നത്, പുതുപ്പള്ളിയിൽ. അപ്പം അവരുടെ കോഴഞ്ചേരിയിൽ നിന്ന് അവർ ഈ പുതുപ്പള്ളി വരെ വന്ന ചർച്ചിൽ വരുന്നത്. അത്രയ്ക്ക് നല്ല ഒരു പാസ്റ്ററും നല്ല ഇഷ്ടമാണ് അവർക്ക് അവിടെ. അതുകൊണ്ട് അവരുടെ കൂട്ടുകാരൻ്റെ അപ്പന പാസ്റ്റർ, നല്ല പാസ്റ്റർ, സ്നേഹമാണ് പിള്ളേർ. അപ്പം അത് കാരണം വലിയ ഇവന്മാരെ മക്കളെ മോനെ എടാ ആശറേ 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 ആ വിളി കേൾക്കണേ. നല്ല സ്നേഹമാണ്. സ്വന്തം മോനും ആ പ്രായമൊക്കെ ആയതുകൊണ്ട് ഒരേപോലെ ഇവന്മാരെ എല്ലാം. അപ്പം ഭയങ്കര ഇഷ്ടം അവിടെ. ഇപ്പം അങ്ങനെ ആഷർ അവിടെ ആണേ കുറച്ച് നാളായി, ഒരു വർഷത്തോളമായെന്ന് തോന്നുന്നു. അന്നേരം അല്ല, 1 വർഷമായില്ല. അതിന് മുമ്പ് അവൻ തിരുവല്ലായിലായിരുന്നു പോകുന്നത്. തിരുവല്ലായിൽ നിന്ന് പിന്നെ അവനിപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഇവിടോട്ട് വന്നിരിക്കുക. അപ്പം പുതുപ്പള്ളിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ പുതുപ്പള്ളിയിലല്ലേ ആഷറിന് ജോലിയും. അപ്പോൾ ഈ കൂട്ടുകാരനും ടെക്സ്റ്റൈൽസ് പുതുപ്പള്ളിയിൽ നിന്ന് കുറച്ച് പോകുമ്പോഴാണ് മീനടുത്ത്. അപ്പോൾ ഇവർ ഒരുമിച്ച് കടയും പൂട്ടി ഇവൻ്റെ ജോലിയും കഴിയുമ്പോഴത്തേക്കിന് ആഷറിൻ്റെ ജോലിയും കഴിഞ്ഞ് ഇവർ കോഴഞ്ചേരിക്ക് പോകും. എന്നിട്ട് അവിടുന്ന് രാവിലെ കൂട്ടുകാരൻ്റെ അമ്മയും കൂട്ടുകാരനും കൂടെ ചർച്ചിലോട്ടും കയറും. ആഷർ കുറച്ച് നേരം കണ്ടിരുന്നിട്ട് ഈരാറ്റുപേട്ട ആഷറിനോട് പഠിച്ച പെങ്കൊച്ചിൻ്റെ കല്യാണമാണ്. എത്ര പേരുടെ കല്യാണം ആഷറിൻ്റെ കൂടെ പഠിച്ചവരുടെ കഴിഞ്ഞെന്നറിയാം. മുസ്ലിംസിൻ്റെയും ഹിന്ദുസിൻ്റെയൊക്കെ നേരത്തെ അങ്ങ് നടത്തുമല്ലോ. അപ്പോൾ കല്യാണം നാളെ കല്യാണമാണ്. അപ്പോൾ ആഷർ കല്യാണത്തിന് അങ്ങ് പോവും. എന്നിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ ആഷർ ഉച്ചയ്ക്ക് കഴിച്ചിട്ടല്ലേ വരുന്നത്. അന്നേരം ഞങ്ങൾക്ക് പിന്നെ വൈകിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അതും ആഷർ വൈകിട്ട് വേറൊരു സെക്ഷൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് കഴിക്കാൻ ആഷർ ഇവിടുന്ന് കഴിക്കുന്നേ ഇല്ല. അതാ ചിലപ്പോൾ ഊട്ടിപ്പാഞ്ഞു രാത്രി വന്ന് കഴിയുമ്പോൾ അമ്മയെ ചോറുണ്ടോ, എത്ര ദിവസമായിരുന്നു ചോറ് കഴിച്ചിട്ട്. ഓഫീസിലും ചിലപ്പോൾ ബിരിയാണിയോ അല്ലെ വേറെ വല്ലതും ഒക്കെ ആയിരിക്കുമേ, ചോറായിരിക്കത്തില്ല. അങ്ങനെയുള്ള ദിവസം അമ്മയെ ചോറുണ്ടോ എന്ന് പറഞ്ഞു വന്ന് ഞാൻ പിന്നെ ചോറ് ശകല ഉള്ളെങ്കിൽ അതൊക്കെ കഴുകി വാരിയെല്ലാം കൊടുത്ത് നല്ലതായിട്ട് അവൻ അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കും കേട്ടോ. ചോറുണ്ണാതിരിക്കുമ്പം ഭയങ്കര കുറച്ച് ദിവസം മടിപ്പല്ലേ. ഓക്കെ, അപ്പം 7 മിനിറ്റായി, ബാക്കി പറയട്ടെ. അന്നേരം ആഷറിൻ്റെ കാര്യം കണക്കാണെങ്കിലും നമ്മൾ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കൊടുത്തല്ലേ കഴിക്കുകയുള്ളൂ. ആർക്കും കൊടുക്കാതെ നമ്മൾ കഴിക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കുന്ന വീതം നമ്മൾ അവരുടേതെടുത്ത് മാറ്റി മൂടി ആദ്യം പ്രാർത്ഥിച്ചെടുത്ത് വിളമ്പി മാറ്റി വെച്ചിട്ടല്ലേ നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പം ആഷറുണ്ട്, ദൈവം സഹായിച്ച്. അപ്പോൾ ആഷറും ഞാനും ആരണ്ണും കൂടെ ഒരു 4 ഗ്ലാസ് അരി, അതായത് 1 കിലോ അരി, 1 കിലോയും ഇച്ചിരി കൂടെ വരുമായിരിക്കും, 1.25 കിലോ വേവിക്കുവാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കും ഇന്ന് വൈകിട്ടും ആരണ്ണും എനിക്കും. ആഷർ ഇന്ന് വൈകിട്ട് വരത്തില്ലല്ലോ. അപ്പോൾ നാളെ ആഷറിനും ആരണ്ണും എനിക്കും ഉച്ചയ്ക്കും വൈകിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് 1.25 കിലോ അല്ലെങ്കിൽ 1.5 കിലോ വെച്ച് സുഖമായിട്ട് ബിരിയാണി കയറി ഇറങ്ങി ഇഷ്ടം പോലെ. ആരൺ പിന്നെ അവിടുന്ന് മാറത്തില്ല, അതുപോലെ കഴിച്ചോളൂ. ആരണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയ. അപ്പോൾ ഇച്ചിരി സമയം എടുക്കും, ഇത്രയും ഉണ്ടാക്കണ്ടേ. അല്ലെങ്കിൽ ഒരു നേരത്തേക്കൊക്കെ ആണെങ്കിൽ ശകലം മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ 2 കിലോയുടെ ഒരു കോഴിയാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് ഡ്രസ്സ് ചെയ്ത് വൃത്തിക്ക് വരുമ്പോൾ 750 ഗ്രാം കുറയും. 1.25 കിലോ അല്ലേ പിന്നെ ഉള്ളൂ, അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു 4 നാഴി അല്ലെങ്കിൽ 5 നാഴി അരിയും കൂടെ ഇട്ട് ഉണ്ടാക്കും. അതുകൊണ്ടൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യും. പിന്നെ അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മത്തി ഞാൻ വാങ്ങിച്ചത്. മത്തി വാങ്ങിച്ചത് ഞാൻ മീൻ മേടിക്കുന്ന കടയെ വിളിച്ച് പറഞ്ഞു മത്തിക്ക് എത്രയാണ് വിലയും മത്തി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എത്രയാണ് വിലയും ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ 390 പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വലിയ മത്തിയാണോ? വലിയ മത്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചില്ല, 6 മത്തിയേ കിട്ടിയുള്ളൂ, 1/2 കിലോ എന്നാൽ തന്നേക്കാം. അപ്പോൾ 390 ആകുമ്പോഴത്തേക്കിനും പിന്നെ 150 അപ്പോൾ 195 അല്ലേ, 190 190 350
10 390 അല്ലേ? അപ്പം 195 രൂപയല്ലേ ആവുള്ളൂ. അപ്പോൾ ഒരു ശകലം ഗ്രാം കൂടിയാൽ 200 രൂപയല്ലേ ആവുള്ളൂ. അര കിലോയ്ക്ക് 200 എന്ന് ഓർക്കണം. നമ്മൾ 100 രൂപയ്ക്കൊക്കെ 1 കിലോയോ 1.5 കിലോയോ ഒക്കെ മേടിച്ചിട്ടുള്ളതല്ലേ. എന്നിട്ട് കേൾക്ക്, ഞാൻ എന്നായാലും മത്തിക്കൊതിയല്ലേ ഞങ്ങൾക്ക്. ഞങ്ങളുടെ മീനുകളെല്ലാം തീർന്നായിരുന്നു. ഇച്ചിരി കഴിഞ്ഞ ദിവസത്തെ കക്കാർച്ചി ഇരിപ്പുള്ളൂ, പിന്നെ ഉണക്കമീനൊക്കെ ഇരിപ്പുള്ളൂ. മത്തി ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണ്, എല്ലാ ദിവസവും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ വലുതാണെങ്കിൽ കൊണ്ടുവന്ന് മുളക് അരച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചെറുക്കൻ സമ്മതിക്കുമോ? 6 എണ്ണം കിട്ടിയേക്കുന്ന 530 ഗ്രാം 206 രൂപ 70 പൈസ. അത് ഞാൻ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ. അപ്പോൾ ഞാൻ ബില്ല് നോക്കിയപ്പം 530 ഗ്രാം 206 രൂപ 70 പൈസ. നോർത്ത് നോക്കി, 206 രൂപ 70 പൈസയ്ക്ക് 6 മത്തി. അപ്പോൾ ഒരു മത്തിയുടെ വിലയൊന്ന് നോക്കിയേ. ഒരു 200 രൂപയാണെങ്കിലും ഒരു മത്തിക്ക് എന്നാ വിലയാണെന്ന് ഓർത്ത് നോക്കിയേ. എൻ്റെ പൊന്നോ, 40 ആണെങ്കിലും 6 4 30 ആണെങ്കിൽ 3 6 18 35 രൂപയ്ക്ക് മേളിലായി ഒരു മത്തിക്ക്. ഓർത്ത് നോക്കി. അയ്യോ, അങ്ങനത്തെ കാലം. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കട്ടെ കേട്ടോ. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇടയ്ക്ക് ഹസ്ബൻഡും വിളിച്ചു, സമയം പോയി. ഓക്കെ, പാചകം തുടങ്ങുമോ? പാചകം. പുറത്ത് വർക്ക് ഏരിയയിൽ അരി വെന്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ ചിക്കൻ. ഓക്കെ, ഫ്രൈഡ് റൈസ് അല്ല, ബിരിയാണി, ചിക്കൻ ബിരിയാണി. ദമ്മൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഭയങ്കര മലബാറിൻ്റെ സ്റ്റൈലി ഒഫീഷ്യൽ ബിരിയാണി ഒന്നും ചെയ്യുന്നില്ല, അതിനുള്ള സമയമില്ല. ഒരു ഓർഡിനറി, ഒരു നോർമലി ഉള്ള ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ ചെരുവെടുത്തു. ബിരിയാണി കട്ട പറഞ്ഞത്, ബിരിയാണിക്കുള്ള പീസ് ഇച്ചിരി മുഴുത്തത് കഴുകി വാരി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് വാലാൻ വെച്ചിരിക്കുക. ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ മസാലകളെല്ലാം കുറേശ്ശെ ചേർത്ത് മാരിനേറ്റ് ചെയ്യാനെന്ന് വെക്കാം. അരി കഴുകുന്നവരെ അല്ല, അരി വേകുന്നവരെ നമുക്ക് സമയമുണ്ടല്ലോ. കുറച്ച് 1 സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ 15 മില്ലി, ഇന്നലെ പറഞ്ഞില്ലേ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, എരിവില്ലാത്തത് 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മല്ലിപ്പൊടി സാധാരണ 1 ടീസ്പൂൺ മതി, മുളക് പൊടി കുറച്ച് ചേർക്കുന്നതുകൊണ്ട് ഞങ്ങൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആവശ്യത്തിന്. ശകലം കുരുമുളക് പൊടി ഇടാം, 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി ഇതാണ്, അതുകൊണ്ടാണ് 4 പ്രാവശ്യം ഇട്ടപ്പോൾ 1 ടീസ്പൂൺ ആയതേ ഉള്ളേ. ഒന്നും മതി. ഇതിനൊക്കെ ഒത്തിരി ഗ്രേവി ഇഷ്ടമാണില്ലല്ലോ. ഇഷ്ടമാണ്. ഇവര് ഭയങ്കര മസാല ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ല. എനിക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ഇടാതെ ഗരം മസാല ഇട്ട് വെക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം. അപ്പം ഞാനിത് 1.25 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുള്ളൂ, മതി. ഗരം മസാല 1/2 ടീസ്പൂൺ. അരയോ ഒന്നോ ഇടാം. ഒന്നിരിക്കട്ടെ. ഇനി ബിരിയാണി മസാല അജ്മയുടെ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യമായിട്ട് മേടിക്കാൻ, ഇന്ന് വരെ മേടിച്ചിട്ടില്ല. അല്ലാതെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കണം. ഇനി ഉപ്പിടുക എല്ലാം ആയി. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് വെക്കുക. ഇനി ഇത് മൂടി വെക്കുക. എന്നിട്ട് നമുക്ക് ഉരുളി വെച്ച് സവാളയും പച്ചമുളകും ഒക്കെ വഴറ്റാം. ഉരുളി അടുപ്പത്ത് വെച്ചു. അബദ്ധം പറ്റിയായിരുന്നു. ജീരക റൈസ്, ഈ കൈമ ഇല്ലേ, ജീരകശാല റൈസ് കുഞ്ഞത്, അതാണ് ബിരിയാണിക്ക്. പക്ഷെ പൊട്ടിച്ച് എടുത്ത് വെള്ളത്തിലോട്ടിട്ട് ഓർക്കാതെ നീളമുള്ള ഫ്രൈഡ് റൈസിൻ്റെ അരി, അതല്ല. ബിരിയാണിക്ക് കുഞ്ഞരിയാണ് വേണ്ടത്. അപ്പം അതിൻ്റെതായ വ്യത്യാസം വരും. ഫ്രൈഡ് റൈസിന് നല്ല കല്ലുപോലെ ഇരിക്കുന്ന വലിയ നീളമുള്ള അരി, ബിരിയാണിക്ക് കുഞ്ഞരി. മറന്നുപോയി. ഓക്കെ, ഇത് ചൂടായി. സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കുകയും ചെയ്യില്ല, നെയ്യും സൺഫ്ലവർ ഓയിലുമാണ് ബിരിയാണിക്ക്.
വറക്കാനുള്ളതൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയ്ക്കകത്ത് വഴറ്റി ഇറച്ചിക്കറി വെക്കാം. ആദ്യം നട്ട്സ്, മുന്തിരി, സവാള നമുക്ക് ഞെരടി വെക്കാനുള്ള കറിക്കകത്ത്, കറി വെന്തോണ്ടിരിക്കുമ്പോൾ കറിക്കകത്തും വറുത്ത സവാള പൊടിച്ചിടണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫ്ലേവർ. പിന്നെ ബിരിയാണിയുടെ ഇടയ്ക്ക് വിടട്ടെ. അതിനുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ സവാള മതിയോന്ന് അറിയത്തില്ല, 10 സവാള എടുത്തായിരുന്നു മീഡിയം. പിന്നെ അപ്പോൾ അതിനുള്ള എടുക്കാം, കുറേശ്ശെ മതി. നമ്മളെ നല്ല ചൂടാകട്ടെ. കുഞ്ഞനെ ഈ നട്ട്സും മുന്തിരിയും ഒന്ന് കഴുകി കൊണ്ട് തരുമോ? അല്ല, അമ്മ കഴിക്കണം. മോൻ റെസ്റ്റ് എടുത്തു. കൊച്ചി രാവിലെ ഒത്തിരി പണി കഴിഞ്ഞതാണ്. അമ്മ കഴിക്കോളാം. നല്ല വൃത്തിക്ക് കഴുകി കൊടുക്കാൻ. കല്ലോ മണ്ണോ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സവാള അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അമ്മ സവാള കഴിക്കാം. എല്ലാം ഒത്തിക്കഴിയോ? അയ്യോ, രണ്ട് ഉപ്പുകല്ലിടുവാണെങ്കിലേ സവാള പെട്ടെന്ന് വറുത്ത് കിട്ടുമല്ലോ. മഞ്ഞപ്പൊടി ഇടണ്ട. പൈനാപ്പിൾ വേണം ഇതിന്, പക്ഷേ ഇല്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, അന്ന് കഴിച്ചു തീർത്തു. നല്ല സൂപ്പറായിരുന്നു. ഇവിടെ അടുത്തൊരു പറമ്പിൽ വിൽക്കുന്നുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലം. അപ്പോൾ അവിടുന്ന് ഒരെണ്ണം ഓട്ടോച്ചേട്ടൻ കഴിച്ചപ്പോൾ ഇവൻ്റെ കൊടുത്താൽ നല്ല സൂപ്പറായിരുന്നു. ഇങ്ങനെ നെയ്യ് ഒഴുകുന്ന പോലത്തെ പൈനാപ്പിൾ, അല്ല തേൻ ഒഴുകുന്നതല്ല, നല്ലായിരുന്നു. അപ്പോൾ പൈനാപ്പിൾ അരിഞ്ഞിട്ട് വഴറ്റി അതും ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യണം, നല്ലതാണ്. പിന്നെ കുങ്കുമപ്പൂ അത് ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ചിട്ട്, പാലിനകത്തോ വെള്ളത്തിലോ ചാലിച്ചിട്ട് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ നല്ല മഞ്ഞ കളറൊക്കെ വരും. കുങ്കുമപ്പൂ ഇവിടെ ഉണ്ട്, ഹസ്ബൻഡ് കൊണ്ട് തന്നെ എടുക്കുന്നില്ല. ഒക്കെ അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. വല്ലപ്പോൾ പിന്നെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിനൊക്കെ എപ്പോഴും ഇങ്ങനെ ചേർക്കണം. എന്തിനു ഫോർമാലിറ്റി. ചോറ് വെന്തൂറ്റി ഒരു 80% വേകാവുള്ളൂ, 75 or 80% വേകാവുള്ളൂ, അല്ലെങ്കിൽ ഇല്ലേ കുഴഞ്ഞു പോകും. അപ്പം ഞാൻ 1 കിലോയെ വേവിച്ചോളൂ കേട്ടോ. 1 കിലോ ബിരിയാണി അരിയും പിന്നെ അതിനകത്ത് നല്ലതായിട്ട് ഇച്ചിരി വെള്ളത്തിൽ ഉപ്പിൻ്റെ ചുവ മുന്നോട്ട് നിൽക്കുന്ന പോലെ ഉപ്പിടണം, അല്ലെങ്കിൽ ചോറെ പിടിക്കത്തില്ല. ഒരു അര നാരങ്ങ പിഴിഞ്ഞും പിന്നെ ഉപ്പും ഇട്ട്, ഗരം മസാലകളില്ലേ, കറുവായും ഇടും, ഏലക്കായും ഗ്രാമ്പും മറ്റേ ജാതിപത്രയും ഒക്കെ. പിന്നെ ഈ കസ്കസ് എന്ന് പറയുന്ന സാധനമുണ്ട്, കുഞ്ഞ് പൊടി പൊടി പോലെ ഈസ്റ്റ് പോലെ ഇരിക്കുന്നത്, അത് ഒരു 2-3 നുള്ള അതും ഇടും. അങ്ങനെ എല്ലാം ഇട്ട് ബേ ലീഫൊക്കെ എല്ലാം കൂടെ ഇട്ട് വേവിച്ച്, ഇതിനകത്തായിരുന്നു വേവിച്ച്. ഇതെൻ്റെ പുതിയ ബിരിയാണി ചെമ്പ, പഴയത് ചെറിയ ഓട്ട വന്നു. അപ്പോൾ അത് തന്നെയാണ്, പുതിയതായിരുന്നു. 3-4 വർഷം ആയുള്ളൂ, പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ആയി, എന്നാന്നറിയത്തില്ല. അപ്പോൾ അത് ഈയിടെ എൻ്റെ കൂട്ടുകാരിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച ഇതും വലിയ ഉരുളിയൊക്കെ. അപ്പോൾ അതിനകത്ത് 75-80% വെന്താൽ മതി. ഊറ്റി വെച്ചിരിക്കുക. പിന്നെ നമ്മൾ ഇത് അരി വേഗം വെക്കുമ്പോൾ ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കും, ഒരു സ്പൂണോ വല്ലോ, ചുമ്മാ എന്നൊന്ന് പിടിക്കാതിരിക്കാനൊക്കെയാണ്. അപ്പം ഇതാ ഇങ്ങനെ നല്ല വറുവറാന്നായി. കൈ വൃത്തിയായിട്ടോ, എപ്പോഴും കഴിക്കല്ലേ. എന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. ഒരു ട്രിപ്പ് ആദ്യം ഇട്ട് ഇതേപോലെ ഇരിക്കണം, നല്ല നൈസായിട്ട് തിന്നായിട്ട്. ഇത്രയും മൂക്കണം, ഇത്രയും മൂത്താൽ മതി, ഒത്തിരി കരിയല്ല. സവാള ഇട്ടിരിക്കുക. അത് ഞാൻ ചുമ്മാ
വഴറ്റുക. എന്നാന്നറിയോ, കറി അങ്ങ് വെക്കാം, കൊച്ചിന് വിശക്കുന്നു. എന്നിട്ട് പിന്നെ ഈ ഗ്യാസയിലോട്ട് വേറൊരു കുഞ്ഞ് ഇത് വെച്ചിട്ട് ബാക്കി കുറച്ച് ചോറിനിടയ്ക്കിടാനുള്ള സവാള വേണമല്ലോ, അത് ഞാൻ ഇതൊന്ന് ചെയ്തിട്ട് അത് ചെയ്യാം. അല്ലെ കറി അടുപ്പത്തോട്ടായില്ലേ, കൊച്ചിന് വിശക്കുന്നു. ഇതൊന്നും ഒരു മഞ്ഞ പോലത്തെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേക്കാം മതി. ഇതുപോലെ മൂക്കരുത്, കറിക്കുള്ളത് ചെറിയൊരു ബ്രൗൺ ആയാൽ മതി. ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിരിക്കുവാണേ, അതിടുക. അത് അറിയാലോ എത്ര വേണമെന്നൊക്കെ. ഒരു കൈയുണ്ട് 2 കിലോയുടെ കോഴിയല്ലേ, 2 കിലോയുടെ കോഴി ഡ്രസ് ചെയ്തൊക്കെ കിട്ടുമ്പോൾ 1.25 കിലോയെ കാണുള്ളൂ. പപ്പടം മേടിക്കാൻ മറന്നു. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാ, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി വാങ്ങിച്ചൊന്നുമല്ല, എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. മല്ലിയില പുതിനയിലൊക്കെ നമ്മള് സാമ്പാറിനും രസത്തിനും വേണ്ടിയൊക്കെ ഇച്ചിരി മേടിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമല്ലോ, കണ്ടെയ്നറിനകത്തെ. പിന്നെ ഉണ്ടല്ലോ, പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാൽ ഒരു കുഴപ്പമില്ല. പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാൽ അതുപോലെ ഇരുന്നോളും. ഞാൻ അങ്ങനെയും നോക്കി, 1 മാസത്തോളമൊക്കെ ഇരുന്നു. ഇത് പച്ചമണം പോയാൽ മതിയേ, പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയാൽ മതിയേ, അല്ലെ ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല. വേറൊരു കാര്യം മറന്നുപോയേ, പിന്നെ നമ്മുടെ ഗരം മസാലകളില്ലേ, ബേ ലീഫും മറ്റേ അരിക്കകത്തിട്ട് വേവിച്ച സെയിം സംഗതികൾ ഒന്നുകൂടെ പറയാൻ സമയമില്ല. അപ്പൊ അത് ആദ്യമേ ഒന്ന് ഇടണം. സാരമില്ല, ഇതിനകത്തിട്ടാൽ മതി. ഇനി മല്ലിയില പുതിനയില തക്കാളി കുറച്ച് മതി. എല്ലാം ഇതുപോലെ എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അപ്പൊ എളുപ്പമല്ലേ. പിന്നെ കുഞ്ഞു സാലഡ് പിന്നെ റെഡിയല്ലേ. അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ ഒരു മാതള എടുത്ത് ഇട്ടോ. ഞങ്ങൾ സാലഡിനകത്ത് മാതള ഇടും, നല്ല സൂപ്പറാണ്. പച്ചമണം പോയേ. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുക്കുക. ഇപ്പൊ തന്നെ ബിരിയാണിയുടെ മണം, നല്ല മണം, ടേസ്റ്റ്. എൻ്റെ ബിരിയാണി സൂപ്പറാട്ടോ. ഞാൻ തന്നെ കൊഴുത്തുമല്ല, എല്ലാവരും പറഞ്ഞതാ. ആദ്യമൊക്കെ മസാലയൊക്കെ കൂടുമായിരുന്നു, സവാളയൊക്കെ കൂടുമായിരുന്നേ, എന്നാലും ടേസ്റ്റ് ആയിരുന്നു. ഫുള്ള് കഴിക്കും, കളയത്തില്ല. പക്ഷെ ഇവർക്ക് മസാല ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. തീ കുറയ്ക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് മൂടി വെക്കുക, വേവിക്കുക. വെള്ളം ഒഴിക്കല്ലേ, വെള്ളം ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് പിന്നെ അങ്ങ് വെള്ളമായി. അപ്പം ഞാൻ ഈ സവാള ബിരിയാണിക്കകത്ത് ചോറിൻ്റെ ഇടയ്ക്ക് ഇടേണ്ടിയതൊന്ന് വറുത്തൊക്കെ എടുക്കട്ടെ. ഓഫ് ചെയ്യണേ. നോക്കിക്കോണേ, അടുക്കി പിടിക്കാതെ നോക്കിക്കോണേ, വെള്ളമൊക്കെ ഒഴിക്കാത്തതല്ലേ. അല്ല ഇങ്ങനെ ഒന്നും ആയിട്ടില്ല. ഒരു അരമണിക്കൂർ വെന്ത് കഴിയുമ്പോൾ ഓക്കെ ആവും. എന്നിട്ട് ഇതിനകത്ത് നല്ല വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ. വെള്ളം ഇറങ്ങി ഇത് നല്ല തിളച്ചിങ്ങനെ വരുമല്ലോ. ഇതിനെ ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി തിളച്ച് വരുമല്ലോ. അപ്പോഴാണ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇതങ്ങോട്ട് പൊടിച്ചിടണം, മുഴുവനിടണം ഇത് കേട്ടോ. അതാണ് ബിരിയാണിയുടെ ചിക്കൻ കറിയുടെ ഫ്ലേവർ ശരിക്കും കേട്ടോ. കായ്ക്കാൻ്റെ ബിരിയാണിയുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റാണ്, റെസിപ്പിയാണ്. ഓക്കെ, വെള്ളമൊക്കെ ഇറങ്ങി ഇങ്ങനെ തിളക്കിയാൽ ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള പൊടിച്ചിടാം. കാണിച്ചു തരാവേ. തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, എല്ലാം അടുക്കി പിടിക്കുന്നുണ്ടോ. ഇല്ല, ഇതുവരെ ഇല്ല കണ്ടോ.
എന്നിട്ടിനി ഇതാ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ സീക്രട്ട് റെസിപ്പി. ഇനി എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് ഈ കുറച്ച് വെച്ചിരിക്കുകയാണേ, മിക്സ് ചെയ്ത് മൂടി വെക്കുക. ഇറച്ചി പീസ് എടുത്ത് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കാമെന്ന് വെച്ചാൽ നുള്ളി നോക്കുക, അതായത് വലിയ അപ്പോഴല്ലേ ബാക്കി വെന്തോന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ബാക്കിയെന്നല്ല, കറക്റ്റായിട്ട് വേവായോ എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. ഉപ്പ് നോക്കട്ടെ. ലേശം ഉപ്പ് വേണം, നന്നായിട്ട് വേകട്ടെ. ഇനി ഉപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് കല്ല, ഞാൻ ഒന്നിനും ഉപ്പ് പൊടി മേടിക്കാറ് പോലുമില്ല. ചെറുക്കന്മാരിടയ്ക്ക് കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു, ഞാനത് നിർത്തിച്ചു. മായം. ഇത് കണ്ടോ, നമ്മൾ മുളക് പൊടി 2 മുളക് പൊടിയും 1/2 ടീസ്പൂൺ വെച്ചല്ലേ നമ്മൾ ഇട്ടേ. അതുകൊണ്ട് കണ്ടോ ചുമന്നല്ലല്ലോ ഇരിക്കുന്നത്. ചെറുക്കൻ പറഞ്ഞോണ്ട് അങ്ങനെ 2 1/2 ടീസ്പൂൺ വെച്ചിട്ടല്ലേ, ഞാൻ ഓരോന്നുള്ള ഇടുകയുള്ളൂ, ചിലപ്പോൾ ഇടത്തുമില്ല. അപ്പോൾ ഇന്നലത്തെ ടിപ്പിൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ, ഷെയർ ചെയ്തും കൊടുക്കണം കാണാത്തവർ. ഇപ്പം കറക്റ്റായിട്ടാണ്, മറ്റേ ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കങ്ങ് വെന്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. മൂടി വെക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തത് ഇപ്പുറത്തെ സവാള മൂത്തിട്ടുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് വാരിയിട്ട് ഈ നട്ട്സും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, ഞാനന്നേരം മിക്സ് ചെയ്യാൻ പോവാം. വിശപ്പ് അതിക്രമിച്ച്, അതുകൊണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാം. ഇതെടുത്ത് മാറ്റി വയ്ക്കട്ടെ ചിക്കനെ. അരി വേവിച്ച ചെമ്പ്, ഇത് ഇരിക്കുന്ന അരിയുടെ മിച്ചങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശകലം നെയ്യൊന്ന് തീ കുറച്ച് വയ്ക്കട്ടെ. ശകലം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. മലനാട് നെയ്യാണ്, പക്ഷേ RKG വേണ്ടിയത്. RKG ആ സൂപ്പർ മാർക്കറ്റിൽ ഇല്ലായിരുന്നു. നെയ്യ് ഒഴിച്ചു. ഇനി നമ്മളുടെ ചിക്കൻ കറി എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് കാണിക്കാം, അല്ലെ എനിക്കിതിൻ്റെ ഇടയ്ക്കൂടെ ഡിസ്റ്റർബൻസ് ആണേ. അതായത് ചെമ്പ് വെച്ചു, ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുക. ആ വെന്ത ഇറച്ചി ഇതെടുത്ത് നമ്മളിങ്ങോട്ട് ഒഴിക്കുക, മൊത്തം ഒഴിക്കുക, ഇടയ്ക്കിടയ്ക്കല്ല, മൊത്തം ഒഴിക്കുക കേട്ടോ. ചിക്കൻ മൊത്തം ഇട്ട് കൊടുത്തു, നിങ്ങളെ കാണിക്കാൻ അടുപ്പിച്ച് വെച്ചത്. മൊത്തം ഇട്ട് കൊടുത്തു. നല്ലതായിട്ട് എല്ലായിടത്തും ഒന്ന് കിടക്കട്ടെ. ലോ ഫ്ലെയിമാണേ, ഇത്രയും ഗ്രേവിയൊക്കെ ആകാവുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ കണ്ടമാനം അങ്ങ് ഗ്രേവി ആയിട്ട് കാശിന് കൊള്ളാതെ കുഴഞ്ഞു പോകും. ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും, കാരണം വെള്ളമൊക്കെ ഒഴിച്ച് വേകുമോ എന്ന് പേടിച്ച് അടുക്കി പിടിക്കുമോ എന്നൊക്കെ പേടിച്ച്. ഇനി നമുക്ക് ചോറെടുത്തിടാം. ചോറ് ഫുള്ളിടുവാണേ, ചോറ് ഫുള്ളിടുക. അതാ ചോറിട്ട് കൊടുത്ത്. ഒത്തിരിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം ഇറച്ചിയിടുക, പിന്നെ ചോറിടുക. ചോറിൻ്റെ മേളിൽ നാരങ്ങാനീരും ചോറിൻ്റെ മേളിൽ നെയ്യും. ഒത്തിരി പേർക്കൊക്കെ ഉണ്ടാക്കുക. ഇത് നിറച്ചൊക്കെ ഉണ്ടാക്കുക. നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നെയ്യ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നെയ്യ് ഇട്ടിട്ട് കുറച്ച് ഇറച്ചിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ചോറിട്ട് പിന്നെ നെയ്യ് ഒഴിച്ച് വറുത്ത സവാളയൊക്കെ ഇട്ട്
നട്ട്സും മുന്തിരിയൊക്കെ ഇട്ട് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ പാലിനകത്ത് കുങ്കുമപ്പൂ കലക്കി അങ്ങനെയൊക്കെ ഇട്ട് അങ്ങനെയെല്ലാം ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെ ഒത്തിരി ഇല്ലല്ലോ, ശകലമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു സ്റ്റെപ്പേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഈ സ്റ്റെപ്പ് തന്നെ പല ഇതായിട്ട് ലെയറായിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് കരി മറ്റേ വിറക് കത്തിച്ച് അല്ല ചിരട്ട കത്തിച്ച് കരി ഉണ്ടാക്കി പിന്നെ കരിയല്ല കനലുണ്ടാക്കി നമുക്ക് ഇത് മൂടിയിട്ട് അതിൻ്റെ മേളിൽ വെക്കാം. താഴെ ഇതുപോലെ ഏറ്റവും കുറച്ച് താഴെ നമ്മൾ ഒരു ദോശക്കല്ലോ വല്ലതും എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് പിന്നെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്ത് ചെരുവ് എടുത്ത് വെക്കാം. കാരണം അടിക്ക് പിടിക്കുകയെന്ന് ഉറപ്പ് വരുത്താനാണ്. എന്നിട്ട് നല്ലതായിട്ട് ദമ്മായി ആവി അടിയിലത്തെ ആവി മേള് വരെ വരുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ്. പക്ഷെ ഇപ്പം എനിക്ക് അതിനൊന്നും സമയമില്ല, ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു വിശന്നിരിക്കുക. ഇത് ഞാൻ മല്ലിയിലയും പുതിനയിലയും നട്ട്സും മുന്തിരിയും വറുത്തിയ ഇതിനകത്തൊന്ന് വാട്ടിയെടുത്തതാണ്. നല്ലതാണ് അങ്ങനെ ചെയ്താൽ. ഇനി ഇരിക്കട്ടെ. ഇനി മറ്റേ ഇതൊക്കെ ഇടാം, സവാളയൊക്കെ ഇടാം. നമ്മൾ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യുവാന്നേ ഉള്ളൂ. ഇളക്കിയല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ കുഴപ്പമില്ല. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. തീ ഓഫ് ചെയ്താൽ പറ്റത്തില്ല, ചൂടോടെ ഇരിക്കണ്ടേ. പിന്നെ നമ്മൾ ഇച്ചിരി ഗരം മസാല ചിലരിടയ്ക്ക് ഇട്ട് കൊടുക്കും. ആവശ്യമൊന്നുമില്ല, ഒരു നുള്ള് ചുമ്മാ ഒരു ഇടയ്ക്കൊരു ഫ്ലേവർ ഈ ചോറിന് വരാൻ വേണ്ടി കണ്ടോ, ഒരു നുള്ള് മതി, ഒത്തിരി ഒന്നും ഇടരുതേ. പിന്നെതാ അതൊക്കെ മുന്തിരി നല്ലതായിട്ട് ചേർക്കുമ്പോൾ പൈനാപ്പിൾ നെയ്ക്കകത്ത് വറുത്തി ചേർക്കുന്ന പോലെ മുന്തിരിക്കും ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിനിയിപ്പം ഇത് മൂടി വെക്കുന്നില്ല. മൂടി വെച്ച് ഇച്ചിരി വിശപ്പ് ഭയങ്കരമാണോ? അതിക്രമിച്ചോ വിശപ്പ്? ആന്ന് പറഞ്ഞു. അയ്യോ ഇപ്പോൾ താഴോട്ട് വീഴുന്നു. വേണ്ട എൻ്റെ പൊന്നോ, ദമ്മൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇപ്പം ഇതാണ് ഒരു ലെയറിൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് ഒരു സ്റ്റെപ്പ്. ഇനി ഇതിൻ്റെ മേളിൽ പിന്നെ ചോറിടാം. ഇതിൻ്റെ മേളിൽ ചോറിട്ടിട്ട് ഇപ്പം ഇതിങ്ങനെ ചോറല്ലേ, അതിൻ്റെ മേളിൽ നമ്മളിതെല്ലാം ഇട്ട് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് ചോറിടാം, ശകലം ചോറിടാം. പിന്നെ അതിൻ്റെ മേളിൽ നമുക്ക് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേളിൽ ചോറിടാം, അതിൻ്റെ മേളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും മേളാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. പിന്നെ ഒത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ലെയറിലും ഇട്ട് കൊടുക്കാം. അങ്ങനെ മൂടി എന്നിട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ദോശക്കല്ല് ഗ്യാസേ വെച്ച് അതിൻ്റെ മേളിൽ ഇത് വെച്ചിട്ട് പിന്നെ ഇത് പൊക്കത്ത് അടപ്പ് വെച്ചിട്ട് കുഞ്ഞു പറയുന്ന പോലെ എനിക്കും പിരിവിരിക്കുന്ന തല ഇറങ്ങുന്നു. അപ്പോൾ രാവിലെ 2 ബ്രെഡല്ലേ കഴിച്ചേ. എന്നിട്ട് പിന്നെ മൂട വെച്ച് മൂടി മേളിൽ കനലിട്ട് അതൊരു 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെയൊക്കെ ഇരിക്കുക. അങ്ങനെ ഇരുന്നാൽ നല്ല സൂപ്പറായിട്ട് അടീന്നാവി കയറി മൊത്തം മസാല ഇതെല്ലാം പിടിച്ച് നല്ല ഇതായിരിക്കും. ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പം ഇനി മൂടി വെക്കുന്നൊന്നുമില്ല. ആരെണ്ണം എടുത്തു കൊടുക്കട്ടെ. മക്കളെ ഇതെടുത്തോണ്ട് പോര്, പ്ലേറ്റ് എടുത്തോണ്ട് പോര്. ആരെണ്ണം ഇങ്ങനെ നമ്മൾ ഇടയ്ക്കുമെന്ന് ഇങ്ങനെ ഇതൊന്ന് കാണിച്ച് മോനെ, താത്ത് കാണിച്ചേ. കോരുന്ന കാണിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് ലാസ്റ്റ് പാത്രത്തിൻ്റെ അടിയിൽ കൊണ്ട് മുട്ടിയില്ലേ, ഒച്ച കേട്ടില്ലേ, അങ്ങനെ വന്നിട്ട് കാണിക്കും, ഇങ്ങോട്ട് താത്ത് കാണിക്കും. പൊങ്ങി വരണം, ഇങ്ങനെ പൊങ്ങി എടുക്കുന്ന കാണണം. ഇത് കണ്ടോ, മസാലയും ഇതോടെ എടുത്ത് ബേ ലീഫൊക്കെ മാറ്റി കൊടുക്കട്ടെ അല്ലേ പുള്ളി. കൊച്ചിന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇങ്ങനെ എടുത്ത് ഇനി പീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് മേളീന്ന് മേളീന്ന് ഇങ്ങനെ വേണ്ടേ ഇതൊക്കെ വറുത്തതും എല്ലാം കൂടെ കൂടി ഉണ്ട്. ഗ്രേവി ഒഴിക്കുന്നുണ്ട്. പുള്ളിക്ക് മസാല വേണം നല്ലതായിട്ട്. ഇനി ഞാനെന്നാൽ ഗ്രേവിയും കൂടെ സൈഡിൽ നിന്ന് കൊടുക്കട്ടെ. പുള്ളിക്ക് നല്ലതായിട്ട് ഗ്രേവി വേണം.
അമ്മ ഗ്രേവി കുറച്ചാണ് ഉണ്ടാക്കിയത്, അറിയരുതോ? മസാല വേണ്ടേ ഇങ്ങനെ വെച്ചേക്കാം കണ്ടോ. അപ്പോൾ നമ്മുടെ നന്നായിട്ട് കാണിച്ചേ, നമ്മുടെ സൂപ്പർ ചിക്കൻ ബിരിയാണി കണ്ടോ, സൂപ്പർ ചിക്കൻ ബിരിയാണി. എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഷ്ടമേ ഇല്ല. പുതുപ്പള്ളി ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ഉണ്ടേ, ആശാർ അവിടെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന, അവിടുത്തെ ബിരിയാണി അല്ലാതെ ഒരിടത്തും എനിക്കിഷ്ടമല്ല കണ്ടോ. സൂപ്പറല്ലേ? ഓക്കേ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ ടിപ്പിൻ്റെ വീഡിയോ ആരും കാണാതിരിക്കല്, കാണണം. നിങ്ങളത് ചെയ്യണം, അഭിപ്രായം അറിയിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്നലത്തെ വീഡിയോ കണ്ട് ടിപ്പും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ചക്കരമ്മ.